മക്കളെ, ജപ്തി നടപടി നേരിടാൻ പോകുന്നവരെ, അതുപോലെ തന്നെ വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവരെ, വീട് വെക്കാൻ ഇടമില്ലാത്തവരെ, പരസ്പരം കലഹിക്കുന്നവരെ, കുടുംബകലഹമുള്ളവരെ, പകഉടമ്പടി നടക്കാത്തവരെ, വിദേശ സഞ്ചാരത്തിലേക്ക് ഇരിക്കുന്നവരെ, പോകാൻ പോകുന്നവരെ, വിസ പ്രതീക്ഷിക്കുന്നവരെ, പരീക്ഷ എഴുതിയിരിക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, വിദേശ രാജ്യങ്ങൾ തന്നെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ ഇൻ്റർവ്യൂവിന്, അതുപോലെ ടെസ്റ്റിനും രോഗത്തിനും ചികിത്സയ്ക്കും എല്ലാം വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി എടുത്തിരിക്കുന്നവരെ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നാട്ടിലെ കർത്താവ് സാമ്പത്തികമായ വിഷമതകൾ അനുഭവിക്കുന്നവരെ, കുഞ്ഞുങ്ങൾക്ക് തന്നെ ലോൺ പാസ്സാകാതിരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഷമതകളിലൂടെ കടന്നു പോകുന്ന കുടുംബ പ്രശ്നങ്ങളുള്ളവരെ, കർത്താവ് ഞെരുക്കിക്കൊണ്ടിരിക്കുന്നവരെ, പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുന്നവരെ, പ്രാർത്ഥിക്കാൻ മനസ്സൊരുക്കാൻ കിട്ടാത്തവരെ, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവരെ കർത്താവ് കാറ്റായി കടലായി കർത്താവ് ഇരമ്പി വരണ പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് അങ്ങ് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 126 കർത്താവ് 1-6 വരെ വചനങ്ങൾ കർത്താവ് ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതുപോലെ കർത്താവ് നെഗേബിലെ നീർച്ചാലുകൾ എന്ന പോലെ കർത്താവ് അങ്ങയുടെ മക്കളുടെ ചൈതന്യത്തെ, ഐശ്വര്യത്തെ കർത്താവ് അങ്ങ് പുനഃസ്ഥാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് അമ്മയുടെ മധ്യസ്ഥത പ്രസാദിച്ചുകൊണ്ട് കർത്താവിടെ ജീവിതത്തെ പുനരാഗമിപ്പിക്കുക. ആ ദൈവത്തിൻ്റെ ചൈതന്യം കർത്താവ് ആദിമ സഭയിലെന്നതുപോലെ, ആദ്യകാലങ്ങളിലെന്ന പോലെ ജലപ്രപഞ്ച മേലെ ചലിച്ച ദൈവത്തിൻ്റെ ചൈതന്യം ഈ നിമിഷം മക്കളിലേക്ക് തിരഞ്ഞുവരട്ടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിൻ്റെ തിരിച്ചറിവത്തെ പ്രാർത്ഥിക്കുന്നു, നിൻ്റെ മുഴുക്കിടത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നിൻ്റെ തിരുവിലാലും മുഴുവനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മുഴുക്കത്തിലെ കർത്താവ് ശത്രുക്കൾ ഒഴിഞ്ഞത് കർത്താവ് നിൻ്റെ മുതുകിലാണ് കർത്താവ്. നിൻ്റെ മുതുകിലെ തിരിച്ചുവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ പീഡാനുഭവങ്ങളെ ഉള്ളം വരെയുള്ള ആണിപ്പഴുതുകളെയും കർത്താവ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി കർത്താവെ. എന്തെല്ലാം കാര്യങ്ങൾ ഓർത്ത് മക്കളുടെ കാര്യങ്ങൾ, മക്കളുടെ തെറ്റായ ബന്ധങ്ങൾ ഓർത്ത് കർത്താവ്, കുഞ്ഞുങ്ങളെ പഠിക്കാത്ത അവസ്ഥ ഓർത്ത് കർത്താവ്, ഭർത്താവിൻ്റെ മദ്യപന ആസക്തി ഓർത്ത്, തെറ്റായ ബന്ധങ്ങൾ ഓർത്ത് കർത്താവ്, എന്തെല്ലാം തരങ്ങൾക്ക് വേണ്ടി കർത്താവ് മക്കൾ കണ്ണുനീരിടുന്നുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ ആണിപ്പെടുത്താതെ അത്ഭുത കർത്താവ് സാധനപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. 2 കൊരിന്ത്യർ 2 രാജാക്കന്മാർ 3:15 പറഞ്ഞിരിക്കുന്നവർ കർത്താവ്, കാറ്റില്ല, മഴയില്ല, അരുവിത്തടങ്ങളെല്ലാം കർത്താവ് ജലം കൊണ്ട് നിറഞ്ഞതുപോലെ കർത്താവ് ഒരു പ്രതീക്ഷയില്ല, എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയാൻ പാടാതെ നിൽക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവത്തിൻ്റെ കരുണ ആവശ്യിക്കട്ടെ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ ദൈവമാതാവ് ഈ നിമിഷം മധ്യസ്ഥം വഹിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ മാർഗരോഗങ്ങൾ, തീരാ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തെ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക. അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് കർത്താവിന് സമർപ്പിക്കുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സമർപ്പിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നെഗബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുനീരോടുകൂടിയിട്ടാണ് വിത്ത് ചുമന്നുകൊണ്ട് നിയോഗങ്ങൾ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നത്. കറ്റ ചുമന്നുകൊണ്ട് സന്തോഷത്തോടെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ, അന്ത്യം വരെയും നിനക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഈ ആരാധനയിലൂടെ വ്യക്തിപരമായി അഭിഷേകം ചെയ്യണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ
അമ്മയ്ക്കൊരു ഭവനം, എൻ്റെ പ്രാർത്ഥനാ ഭവനം എന്നുള്ള തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും സ്വന്തമായിട്ട് മുറി വേണമെന്നുള്ളവരെ 1 വർഷം 4 ദിവസവും അങ്ങ് 5 വർഷത്തേക്ക് തുടർച്ചയായി ഫ്രീ ആയി മുറി കിട്ടുന്ന കൃപാസനത്തിൽ മുറി കിട്ടുന്ന ഒരു പ്രാർത്ഥന ഒരു പദ്ധതിയാണ്. അതിന് ആവശ്യമുള്ളവർ 94 47 69 68 15 നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ മുറി ബുക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അറിഞ്ഞിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അച്ഛനെ കാണാൻ വരുന്നവർ, കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് വരുന്നവരുണ്ട്. അച്ഛനെ കാണാൻ പ്രത്യേകമായി ആഗ്രഹിച്ച് രോഗികളെ, കടുത്ത രോഗികളായിട്ടുള്ള ആൾക്കാരെ കാണാം. അപ്പോൾ അവരെപ്പോഴും ചെയ്യേണ്ടത് 9447285400 വിളിച്ച് ഉറപ്പ് വരുത്തണം. അച്ഛൻ ഇവിടെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. നിങ്ങൾ വരുന്ന ദിവസം, ഇല്ലെങ്കിൽ ഉള്ള ദിവസം നിങ്ങൾ വരണം. വരേണ്ടത് രാവിലെയാണ്. പക്ഷെ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും അച്ഛൻ ആരെയും കാണുന്ന ദിവസമല്ല. നമ്മൾ അഖണ്ഡ ജപമാല ഇവിടെ ഉടമ്പടി ചെയ്തവർ വിവിധ രാജ്യങ്ങളിലെ, വിവിധ ജില്ലകളിലെ, വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ, വിവിധ ഇടവകളിലൊക്കെ സ്വന്തമായിട്ട് 10 പേരൊക്കെ ഉടമ്പടി എടുത്ത ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ അവിടെ 1000 മണി ജപമാല ഇവിടെ തന്നുവിടും. നിങ്ങൾക്ക് ആ കൂട്ടായ്മയിൽ ഉടമ്പടി എടുത്തവർക്ക് കൂട്ടായ്മ ആചരിക്കാനും നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഒരുമിച്ച് ചെയ്യാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും പറ്റുന്ന ഒരു ദൈവികമായ ഒരു അവസരമായിട്ടാണിത് ലോകം മുഴുവനും ആൾക്കാർ ഇവിടുന്ന് ജപമാല കൊണ്ടുപോയി ഉപയോഗിക്കുന്നത്. അങ്ങനെ ജപമാല ആവശ്യമുള്ള ഉടമ്പടി കൂട്ടായ്മകൾ മാനേജറുമായി ബന്ധപ്പെട്ട് പേരെഴുതി കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നമ്പറിലെ 9447696815 ഈ നമ്പറിൽ വിളിച്ചിട്ട് ജപമാല ബുക്ക് ചെയ്യാവുന്നതാണ്. വിദേശത്തുള്ളവർക്ക് നെറ്റിലൂടെ ബുക്ക് ചെയ്യാം, നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും.